കൃഷ്ണനും ബലരാമനും കൂടി പാണ്ഡവരുടെ ആ ഗൃഹം സന്ദർശിക്കുന്നുണ്ട്. പാണ്ഡവർക്ക് പുറകെ അവർ ആ ഗൃഹത്തിൽ എത്തിച്ചേരുന്നു. കൃഷ്ണന്റെ അച്ഛന്റെ സഹോദരിയാണല്ലോ കുന്തി. അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലുണ്ടല്ലോ. കൃഷ്ണൻ പാണ്ഡവരെ നേരിട്ട് കണ്ടിട്ടില്ല. പാണ്ഡവരും കൃഷ്ണനുമായിട്ടുള്ള, അർജുനനും കൃഷ്ണനുമായിട്ടുള്ള ആദ്യത്തെ സമാഗമം അല്ലെങ്കിൽ ആദ്യത്തെ കൂടിക്കാഴ്ച ഇവിടെ വെച്ചാണ് നടക്കുന്നത്. പാഞ്ചാല രാജ്യത്തെ ഒരു സാധാരണ കുശവന്റെ, മൺപാത്ര പണിക്കാരന്റെ വീട്ടിൽ വെച്ചാണ് അവർ തമ്മിലുള്ള ആ കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ ധർമ്മപുത്രർക്കൊക്കെ വലിയ സന്തോഷമാകുന്നു. കൃഷ്ണൻ ധർമ്മപുത്രരെ വണങ്ങുന്നു. ജ്യേഷ്ഠ, ഞാൻ കൃഷ്ണനാണ്. ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ കാണുന്നത്. അങ്ങനെ ഇവർ ബന്ധമൊക്കെ പുതുക്കി പാഞ്ചാലിയെ വിവാഹം കഴിച്ചതിൻ്റെ ആ സന്തോഷം ഒക്കെ കൃഷ്ണനുമായി പങ്കുവെച്ച് അവർ പിരിയുന്നു. അപ്പോൾ ധർമ്മപുത്രർ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ, അങ്ങ് എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്? അപ്പോൾ കൃഷ്ണൻ പറയുന്നു, അഗ്നി മൂടി വെച്ചാലും അത് പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളുടെ വീര്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ആദ്യം രാജധാനിയിൽ വന്നപ്പോൾ തന്നെ, മത്സരത്തിന് വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വീര്യം, അത് അഗ്നി, അതുണ്ടെങ്കിൽ അതൊരിക്കലും മൂടിവെക്കാൻ സാധിക്കുകയില്ല. അത് പ്രകാശിക്കുക തന്നെ ചെയ്യും.